വെളിച്ചെണ്ണയിലെ വ്യാജന പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന. 7 ജില്ലകളിൽ നിന്ന് മാത്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ്. ഓരോ വർഷവും നിരോധിക്കുന്നത് 100-നടുത്ത് വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകളാണ്. വെളിച്ചെണ്ണയിൽ ചേർക്കുന്നത് പാരാഫിൻ ഉൾപ്പെടെ മാരകമായ വിഷാംശമുള്ള വസ്തുക്കൾ. കേര ചേർത്തുള്ള പേരുകൾ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് വിൽപ്പന. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, ഞാൻ നേരത്തെ നമ്മുടെ ഒരു പരിപാടി പറയായിരുന്നു, ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളെ പൊന്നെ കരളെ എന്നൊന്നും വിളിക്കരുത്, വെളിച്ചെണ്ണ എന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വിലയാണ് മാർക്കറ്റിൽ. അത് മുതലെടുക്കുകയാണ് ചില ആളുകൾ. വ്യാജ വെളിച്ചെണ്ണ സുലഭമാണ്, സൂക്ഷിക്കണം എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലേ സുനിഷ? ഉറപ്പായിട്ടും വരും. വ്യാജന്മാരിങ്ങനെ വിലസി നടക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നുള്ളതാണ്. പ്രധാനമായും ഓണമൊക്കെ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എണ്ണ അധികം ഉപയോഗിക്കാമെന്ന് തോന്നുന്ന ആളുകളാണ് കൂടുതലായും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കറിയിലെ ടേസ്റ്റിലൊക്കെ എണ്ണ കൂട്ടുന്ന ആളുകളുമാണ് കൂടുതലായും. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വ്യാജന്മാർ വരുമ്പോൾ സ്വാഭാവികമായും 500-ലധികം പണം കൊടുക്കുന്നിടത്ത് കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങൾ കിട്ടുമെങ്കിൽ ആളുകൾ വാങ്ങുമെന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിൽ വാങ്ങേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. കാരണം അത്തരത്തിലാണ് വ്യാജന്മാരുള്ളത്. മാരകമായ ഈ പദാർത്ഥങ്ങളാണ് ഈ മായം കലർന്ന വെളിച്ചെണ്ണയിൽ ഉള്ളത് എന്നത് കൂടി ഓർമ്മിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ നാളികേരയുടെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം മാത്രം 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് ഇത്തരത്തിൽ പിടികൂടിയിട്ടുള്ളത്. 980-ലധികം ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 300-ലധികം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധാരണ നമ്മൾ കേര എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ശരി, നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഈ കേര എന്നുള്ള ഈ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ടാണ് വിപണിയിൽ ഇങ്ങനെ വ്യാജന്മാർ കറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അല്ലെങ്കിൽ ഇനിയിപ്പോ ബ്രാൻഡിന്റെ പേരൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ഹോൾസെയിലായി നൽകുന്ന രീതിയിൽ, അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ലൂസായി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഈ ജാഗരൂകരായി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്നത്. അവരുടെ രീതിയിലുള്ള മിന്നൽ പരിശോധനകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ നമുക്ക് മായം കലർന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുക, പരാതി അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ തന്നെ ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും ഇവർ എവിടെ നിന്ന് വാങ്ങി, അങ്ങനെയെങ്കിൽ അതിന്റെ ഉറവിടം തേടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കർശനമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 2018 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ വർഷവും ഇത്തരത്തിൽ വ്യാജന്മാർ ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 2018-ലാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം കൂടുതൽ ഈ ബ്രാൻഡുകൾ, വ്യാജ ബ്രാൻഡുകൾ നിരോധിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. 170-ലധികം ചോദിക്കുന്നുണ്ട്, വ്യാജ വെളിച്ചെണ്ണയുടെ പേര് വെളിപ്പെടുത്തിയാൽ അല്ലേ അത് മേടിക്കാതിരിക്കാൻ പറ്റൂ? ഇങ്ങനെ ബ്രാൻഡുകളുടെ പേര് പറയാതിരുന്നാൽ എങ്ങനെ വാങ്ങുമെന്നാണ്. പേര് പറയാൻ തുടങ്ങിയപ്പോൾ അവസാനിക്കത്തില്ല. 170 ബ്രാൻഡുകളുടെ പേര് പറയേണ്ടി വരും അല്ലേ? പലതും നിരോധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പുറത്തും ഒക്കെ കേരാതൊക്കെ ചേർത്ത് വരും. യഥാർത്ഥ കേരയല്ല, അത് വേറെ അല്ലേ സുനിഷ? അതെ അരുൺ, നമ്മൾ തന്നെ നോക്കിയപ്പോഴേ കേരളയുടെ 142 വെറൈറ്റി പേരുകളാണ് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതി തീരാൻ പറ്റില്ല. 2018-ൽ 62ഓളം ഇങ്ങനെയുള്ള കേര പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നിരോധിച്ചു കുറയുന്നുണ്ട്. പക്ഷെ ആദ്യം നിരോധിക്കുമ്പോൾ പിന്നെ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇതേ വെളിച്ചെണ്ണ മറ്റൊരു പേരിലേക്ക് വരുന്നൊരു സ്ഥിതിയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും എങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ വ്യാജനാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും വെളിച്ചെണ്ണ. അതിനുള്ള ചില പൊടിക്കൈ ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്.